എന്തായിരുന്നു പഠിച്ചത്? റെസ്പോണ്ട് ചെയ്യൂ. നിങ്ങൾ എന്താ നമ്മൾ നോക്കിയിരുന്നത്? കോർ എഡ്ജ് ടോപ്പോളജി ആൻഡ് മെഷ് ടോപ്പോളജി ആണോ? ഹലോ. FC ടോപ്പോളജി ആയിരുന്നു നമ്മൾ അന്നേരം നോക്കിയിരുന്നത്. അതിൽ എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും ഉണ്ടോ? റെസ്പോണ്ട് ചെയ്യുള്ളവരെ കേൾക്കുന്നില്ലേ? എടോ, ഇന്നലെ പഠിച്ച FC ടോപ്പോളജി എന്തൊക്കെയായിരുന്നു? കോർ എഡ്ജ് ടോപ്പോളജി ആൻഡ് മെഷ് ടോപ്പോളജി ആണോ? ഹലോ. അതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടോ? ഒന്നും കൂടി പറഞ്ഞായിരുന്നോ? ആ ഓക്കെ. അപ്പൊ നമുക്ക് രണ്ട് ടോപ്പോളജീസ് ആയിരുന്നു അല്ലെ? മെഷ് ടോപ്പോളജിയും കോർ എഡ്ജ് ടോപ്പോളജി അല്ലെ? കോർ എഡ്ജ് ടോപ്പോളജി. അപ്പൊ മെഷ് ടോപ്പോളജി നമ്മൾ മുമ്പേ കേട്ട് പരിചയമുള്ള കാര്യമാണ് അല്ലെ? മെഷ് ടോപ്പോളജി പറയുന്ന സമയത്ത് എങ്ങനെയാ നമ്മള് പണ്ട് പഠിച്ചിട്ടുള്ളതാണെങ്കിൽ നോട്ട്സ് തമ്മിൽ, ആ ഒരു നെറ്റ്വർക്കിൽ ഉള്ള നോട്ട്സ് തമ്മിൽ എല്ലാ പോസിബിൾ ആയിട്ടുള്ള കണക്ഷൻസും ഉണ്ടാവും അല്ലെ? എല്ലാ നോട്ട്സിനും പോയിന്റ് ടു പോയിന്റ് കണക്ഷൻസ് ഉണ്ടാവും അല്ലെ? ഇവിടെ നമ്മുടെ FC വരുന്ന സമയത്ത് നമ്മളിവിടെ സ്വിച്ചസ് യൂസ് ചെയ്യുന്നതാണ്, സാൻ യൂസ് ചെയ്തിട്ട് പറയുന്നതാണ് അല്ലെ? സാനിലുള്ള മെയിൻ കമ്പോണൻസ് എന്ന് പറയുന്നത് എന്താ? സെർവർ, നെറ്റ്വർക്ക് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് സ്റ്റോറേജ് അല്ലെ? സോ ഇവരെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മെഷ് ടോപ്പോളജി യൂസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഇപ്പം സാനിൽ പറയുന്നത് നമ്മളെ നെറ്റ്വർക്ക് ഇൻഫ്രാസ്ട്രക്ചറിൽ സ്വിച്ച് ആണ് യൂസ് ചെയ്യുന്നത് അല്ലെ? അപ്പം ഇവരെ കണക്ട് ചെയ്യാൻ വേണ്ടി നോക്കുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യുന്നത്? മെഷ് ടോപ്പോളജി ആണെങ്കിൽ ഇവിടെ പാർഷ്യൽ ആൻഡ് ഫുൾ മെഷ് ടോപ്പോളജി ഉണ്ട് അല്ലെ? ഇപ്പൊ പാർഷ്യൽ മെഷ് ടോപ്പോളജി ആണെങ്കിൽ എങ്ങനെയാണ്? എല്ലാ കണക്ഷൻസും ഉണ്ടാവൂല, പക്ഷെ നമ്മുടെ ട്രാൻസാക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റിക്വയർഡ് കണക്ഷൻസ് ഉണ്ടാകും അല്ലെ? ഫുൾ മെഷ് ടോപ്പോളജി ആണെങ്കിലോ എല്ലാ സ്വിച്ചസ് തമ്മിലും പോസിബിൾ ആയിട്ടുള്ള എല്ലാ കണക്ഷൻസും അവിടെ ഉണ്ടാകും അല്ലേ? ആണോ? സോ ഇവിടെ അതിന്റെ ഡയഗ്രാം ഉണ്ടായിരുന്നു അല്ലെ? ഇത് പാർഷ്യൽ മെഷ് ടോപ്പോളജി ആണ്. 4 സ്വിച്ചസ് ആണ്. അപ്പൊ 4 സ്വിച്ചസും തമ്മിൽ ഒരു കണക്ഷൻസ് ഉണ്ട് അല്ലെ? ഇവിടെയോ ഫുൾ മെഷ്. അപ്പം ഇവിടെ നോക്കുന്ന സമയത്ത് ഈ പാർഷ്യൽ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഈ രണ്ട് കണക്ഷൻസ് ഇല്ല അല്ലെ? ആ ഒരു രണ്ട് പോസിബിൾ ആയിട്ടുള്ള കണക്ഷൻസ് ഇല്ല. ബട്ട് എല്ലാ സ്വിച്ചസും തമ്മിൽ കണക്ഷൻസ് ഉണ്ട് താനും. മീൻസ് ഈ രണ്ട് സ്വിച്ചസ് തമ്മിലില്ല, ഈ രണ്ട് സ്വിച്ചസ് തമ്മിലില്ല, പക്ഷെ ഈ ഒരു ഉള്ള കണക്ഷൻസ് വെച്ചിട്ട് അവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആണ്. ഓക്കെ. ദെൻ ഫുൾ മെഷ് എന്ന് പറയുന്ന സമയത്ത് എല്ലാ സ്വിച്ചസ് തമ്മിലും ഒരു പോയിന്റ് ടു പോയിന്റ്, ഒരു ഡെഡിക്കേറ്റഡ് കണക്ഷൻ ഉണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഒന്ന് കമന്റ് ചെയ്തേ. ഹലോ. ഓക്കെ. ദെൻ കോർ എഡ്ജ് ടോപ്പോളജി എന്ന് പറയുന്ന സമയത്ത് എങ്ങനെയായിരുന്നു? നമ്മൾ രണ്ട് ടയേഴ്സ് യൂസ് ചെയ്യുമായിരുന്നു അല്ലെ? അപ്പം കോർ എഡ്ജ് ടോപ്പോളജി പറയുന്ന സമയത്ത് ഇതൊരു സിംഗിൾ കോർ ടോപ്പോളജി ആണ്. ഓക്കെ. അപ്പം ഇവിടെ എന്ന് പറയുന്ന സമയത്ത് സംഭവം സാൻ തന്നെയാണ്. നമുക്ക് സെർവർ ഉണ്ട്, ഒരു നെറ്റ്വർക്ക് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്, സ്റ്റോറേജ് ഉണ്ട് അല്ലെ? അപ്പൊ നമ്മൾ ഇവിടെ ചെയ്തേക്കുന്നത് എഡ്ജ് ടയർ ആൻഡ് കോർ ടയർ. ഓക്കെ. അപ്പം എഡ്ജ് ടയറിൽ കുറച്ച് സ്വിച്ചസ് ഉണ്ട്, കോർ ടയറിൽ നമ്മൾ ഡയറക്ടേഴ്സ് ആണ് യൂസ് ചെയ്യുക. ഓക്കെ. അപ്പം ഈ ഹോസ്റ്റ് എന്നുള്ള കണക്ഷൻ നേരെ എഡ്ജ് ടയറിലേക്കും, ദെൻ എഡ്ജ് ടയറിൽ നിന്ന് കോർ ടയറിലേക്ക് ഒരു കണക്ഷനും, ദെൻ കോർ ടയറിലുള്ള ഡയറക്ടേഴ്സ് വെച്ചിട്ട് സ്റ്റോറേജിലേക്ക് ഒരു കണക്ഷൻ. ഇങ്ങനെയാണ് സിംഗിൾ കോർ ടോപ്പോളജി പോകുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? റെസ്പോണ്ട് ചെയ്യൂ. ഓക്കെ. അപ്പം ഇവിടെ കോർ എഡ്ജ് ടയർ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ മുമ്പ്
SW പറയുന്ന സമയത്ത് പറഞ്ഞിട്ടുള്ളതാണ് ഈ ടയറിന്റെ കാര്യം, ടോപ്പോളജിയിൽ കാണും എന്നുള്ളത്. അപ്പം നമുക്കിവിടെ എന്താ 2 ടയർ കോൺഫിഗറേഷൻ, 3 ടയർ കോൺഫിഗറേഷൻ, അങ്ങനെ എത്ര ISL ഉണ്ടോ, ഇന്റർ സെർവർ ലിങ്ക്സ് ഉണ്ടോ, അതായത് ഈ എഡ്ജ് ടയറും കോർ ടയറും തമ്മിലുള്ള ലിങ്ക്സ് എത്രയുണ്ട്, അതിനനുസരിച്ചിട്ട് നമുക്ക് ഡിഫറെന്റ് കോൺഫിഗറേഷൻ കിട്ടും ഈ കോർ എഡ്ജ് ടയർ, കോർ എഡ്ജ് ഫാബ്രിക് ടോപ്പോളജിയിൽ. ഓക്കെ, അപ്പം ഇതിന്റെ കുറച്ച് ബെനിഫിറ്റ്സ് ആൻഡ് ലിമിറ്റേഷൻസ് നമുക്ക് പറയാനുണ്ട് കോർ എഡ്ജ് ടയറിന്റെ. അപ്പൊ ഇത് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ പറഞ്ഞിരുന്നു നമുക്ക് ഇത് സ്കേലബിൾ ആണ്, മീൻസ് എത്ര വേണമെങ്കിലും നമുക്ക് ഇപ്പം എഡ്ജ് ടയറിലെ സ്വിച്ചസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ കോർ ടയറിലെ ഡയറക്ടേഴ്സ് ആയിക്കോട്ടെ നമുക്ക് എളുപ്പം എന്ത് ചെയ്യാം, ആഡ് ചെയ്യാം അല്ലെങ്കിൽ റിമൂവ് ചെയ്യാം. ഓക്കെ, ആ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പൊ അതിന്റെ ബെനിഫിറ്റ്സ് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് തന്നെ അതുപോലെ തന്നെ അതിന്റെ ലിമിറ്റേഷൻസും ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മളിങ്ങനെ സ്കെയിലിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ കൂടുതൽ സ്വിച്ചസ് ആഡ് ചെയ്യുക അല്ലെങ്കിൽ എക്സ്ട്രാ കോർ ടയർ വെക്കുക ഒക്കെ ചെയ്യുന്ന സമയത്ത് അതിന്റെ പെർഫോമൻസിനെ എഫക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, എങ്ങനെയായിരിക്കും എഫക്ട് ചെയ്യുക? നമുക്ക് കൂടുതൽ ഡിവൈസസ് വരുന്ന സമയത്ത് ഇപ്പോൾ സ്വിച്ചസ് ആയിക്കോട്ടെ, ഡയറക്ടേഴ്സ് ആയിക്കോട്ടെ, അങ്ങനെ കൂടുതൽ ഡിവൈസസ് വരുന്ന സമയത്ത് അല്ലെങ്കിൽ എക്സ്ട്രാ ഒരു ടയർ ആയിക്കോട്ടെ, ഇപ്പം ഈ ഒരു ഡയഗ്രത്തില് ജസ്റ്റ് 1 ടയർ മീൻസ് ഒരൊറ്റൊരു ഇന്റർ സ്വിച്ച് ലിങ്കേ ഉള്ളൂ അല്ലേ? ആണോ? ഹലോ, ഓക്കെ. സോ ഇവിടെ എന്ന് പറയുന്ന സമയത്ത് ഇത്ര ഒരു സെർവറിന്ന് മീൻസ് ഹോസ്റ്റിന്ന് നേരെ ഇങ്ങോട്ട് പോയി ഒരു ഇന്റർലിങ്ക് സ്വിച്ച് നേരെ ഏത് റിസോഴ്സസ് ആണോ അങ്ങോട്ടേക്ക് ഡയറക്ട് ചെയ്തു അല്ലെ? ഇവിടെ ചിലപ്പോൾ ഒരുപാട് സെർവേഴ്സ് ഉണ്ടാവാം, ഒരുപാട് സ്റ്റോറേജ് അറേസും ഉണ്ടാവാം, എങ്കിലും ഇത്രയേ ഉള്ളൂ. ഹോസ്റ്റിന്ന് നേരെ സ്വിച്ചിലേക്ക് പോകുന്നു, എഡ്ജ് ടയറിലേക്ക് പോകുന്നു, അവിടുന്ന് നേരെ ഏത് ഡയറക്ടറിലൊക്കെ ആണോ കണക്ട് ചെയ്യേണ്ടത് മീൻസ് ഈ ഒരു ഡയറക്ടറിലേക്ക് കണക്ട് ചെയ്യുന്നു, അവിടുന്ന് നേരെ ഏത് സ്റ്റോറേജ് അറയിലേക്കാണ് പോകേണ്ടതെന്നുള്ളതിനനുസരിച്ചിട്ട് ജസ്റ്റ് ഒരൊറ്റൊരു ട്രാൻസ്ഫോർമേഷൻ, ഒരു ട്രാൻസ്ഫേഴ്സ് മാത്രമേ ഉള്ളൂ അല്ലേ? ആണോ? അല്ലേ? ഓക്കെ, അപ്പം നമുക്ക് ഒരു എക്സ്ട്രാ ടയർ വരുന്ന സമയത്ത് അല്ലെങ്കിൽ എക്സ്ട്രാ ഡയറക്ടേഴ്സ് വരുന്ന സമയത്ത് കുറെ ഇന്റർ സെർവർ ലിങ്ക്സ് വരുന്ന സമയത്ത് പെർഫോമൻസിനെ എഫക്ട് ചെയ്യുമോ? നമുക്ക് ആഡ് ചെയ്യാം, എത്ര സ്വിച്ചസ് വേണമെങ്കിലും ആഡ്, കോർ സ്വിച്ചസോ അല്ലെങ്കിൽ എഡ്ജ് സ്വിച്ചസോ ഒക്കെ നമുക്ക് ആഡ് ചെയ്യാം, ലിങ്ക്സ് ആഡ് ചെയ്യാം. പക്ഷെ നമുക്ക് ഈ ഒരു ഇൻക്രീസ് അനുസരിച്ച് ഈ ഒരു ISL നമ്പർ ഇൻക്രീസ് അനുസരിച്ചിട്ട് നമ്മുടെ പെർഫോമൻസ് ഒന്ന് കുറയും. ഓക്കെ, കാരണം ഡൊമൈൻ കൗണ്ട് ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അപ്പം അതുപോലെ തന്നെ ഹോപ്പ് ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അപ്പം ലാർജർ ഹോപ്പ് കൗണ്ട് വരുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ഗ്രേറ്റർ ട്രാൻസ്മിഷൻ ഡിലേ വരും. ഓക്കെ, അതാണ് അതിന്റെ ലിമിറ്റേഷൻസ് പറയുന്നത്. ഓക്കെ, സ്കേലബിൾ ആണ്, നമുക്ക് ആഡ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമുക്ക് ട്രാൻസ്മിഷൻ ആണ് നമ്മുടെ ഗോൾ എന്ന് പറയുന്നത്. അപ്പൊ അത് ട്രാൻസ്മിഷൻ ഡിലേ ഇല്ലാതെ ചെയ്യുന്നതാണ് നമ്മുടെ മെയിൻ ഗോൾ എന്ന് പറയുന്നത്. ഓക്കെ, കുഴപ്പമില്ലല്ലോ? ഹലോ, ഓക്കെ അല്ലേ? ഓക്കെ, ഇനി അടുത്തത് നമ്മുടെ വെർച്വലൈസേഷൻ ഇൻ സാൻ. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ളൊരു ടോപ്പിക് ആണ് വെർച്വലൈസേഷൻ ഇൻ സാൻ. ഓക്കെ, വെർച്വലൈസേഷൻ ഇൻ സാനില് നമുക്ക് 2 ടോപ്പിക്സ് ആണ് പഠിക്കാനുള്ളത്, ബ്ലോക്ക് ലെവൽ സ്റ്റോറേജ് വെർച്വലൈസേഷൻ ആൻഡ് vSAN, വെർച്വൽ സാൻ. ഓക്കെ, സാൻ എന്തായിരുന്നു? സാന്റെ ഫുൾ ഫോം എന്തായിരുന്നു? സാന്റെ ഫുൾ ഫോം എന്തായിരുന്നു? ആരെങ്കിലും റിപ്ലൈ ചെയ്ത സാന്റെ ഫുൾ ഫോം എന്തായിരുന്നു? സ്റ്റോറേജ് അറേ നെറ്റ്വർക്ക്. ഓക്കെ, അപ്പൊ ബ്ലോക്ക് ലെവൽ വെർച്വലൈസേഷൻ, ബ്ലോക്ക് ലെവൽ സ്റ്റോറേജ് വെർച്വലൈസേഷൻ അല്ലെങ്കിൽ വെർച്വലൈസേഷൻ സാൻ എന്ന് പറയുന്ന സമയത്ത് എന്താ നമ്മുടെ സാൻ
സാനിലേക്ക് എന്ത് കൊണ്ടുവരുന്നു? വിർച്വലൈസേഷൻ അല്ലേ? ഓക്കെ, so block level virtualization, it provide a virtualization layer in SAN. Okay, so block level storage virtualization aggregates block storage devices, LUNs. Okay, അപ്പോൾ ഈ LUNs എന്ന് പറയുന്ന സമയത്ത് it is logical unit number. ലോജിക്കൽ യൂണിറ്റ് നമ്പർ. ഓക്കെ, ഒരു വിർച്വൽ അഡ്രസ് ആണ് to a device in a SCSI environment. അത് നമ്മൾ ഡയഗ്രാം വെച്ച് പറയുമ്പോൾ കുറച്ചും കൂടി മനസ്സിലായിക്കോളും. ലോജിക്കൽ യൂണിറ്റ് നമ്പർ, ഡിവൈസിനുള്ള ഒരു വിർച്വൽ അഡ്രസ്. ഓക്കെ, സോ it aggregates block storage devices and enables provisioning of virtual storage volume independent of the underlying physical storage. Virtualization ചെയ്യുന്ന പരിപാടി തന്നെ. Okay, a virtualization layer which exists at the SAN abstracts the identity of physical storage devices and creates a storage pool from heterogeneous storage devices. ഹലോ, ഹലോ, കേൾക്കുന്നുണ്ടോ? ഒന്ന് റെസ്പോണ്ട് ചെയ്യൂ. ഓക്കെ, അപ്പം ഓക്കെ, ഒരു ജസ്റ്റ് ഒരു സെക്കൻഡ്. ഓക്കെ, നമ്മൾ എന്താ പറഞ്ഞിരുന്നത്? ബ്ലോക്ക് ലെവൽ സ്റ്റോറേജ് വിർച്വലൈസേഷൻ അല്ലെ, സാനിലേക്ക് വിർച്വലൈസേഷൻ കൊണ്ടുവരുന്നു. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യുന്നത് ബേസിക് കമ്പോണൻസ്, സാനിന്റെ ബേസിക് കമ്പോണൻസ് എന്ന് പറയുന്നത് 3 തന്നെയാണ്. ഹോസ്റ്റ്, നെറ്റ്വർക്ക് ഇൻഫ്രാസ്ട്രക്ചർ, ദെൻ നമ്മുടെ സ്റ്റോറേജ് അല്ലെ. അപ്പം ഇവിടെ ആ നെറ്റ്വർക്ക് ഇൻഫ്രാസ്ട്രക്ചറിന്റെ അവിടെ നമ്മൾ എന്തുകൊണ്ടാണ് വിർച്വലൈസേഷൻ ലെയർ. ഓക്കെ, അപ്പം സാധാരണ നമ്മളിപ്പോ മെമ്മറി വിർച്വലൈസേഷനിൽ പേജിംഗ് ഒക്കെ ചെയ്യുന്ന പോലെ തന്നെയാണ് ഇവിടെയും അത് കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, അപ്പം ഒരു ഹോസ്റ്റിൽ നിൽക്കുന്ന ഒരു കസ്റ്റമറിന് ഇവിടെയും മാപ്പിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. ഓക്കെ, സ്ലൈഡ് ഇപ്പൊ വരും കേട്ടോ, സ്ലൈഡ് ഇപ്പൊ വരും. ഓക്കെ, സോ ഇവിടെ പറയുന്നൊന്ന് ജസ്റ്റ് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ ഇവിടെയും എന്താ പറഞ്ഞത്? നെറ്റ്വർക്ക് ഇൻഫ്രാസ്ട്രക്ചറിൽ നമുക്ക് വിർച്വലൈസേഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു ഹോസ്റ്റ് ഡയറക്റ്റ് ചെയ്യുന്നത് നേരെ നമ്മുടെ സ്റ്റോറേജ് പൂളിലേക്കാണ്. നമുക്ക് ഹോസ്റ്റിലേക്കൊക്കെ
അലോ ചെയ്ത് തന്നിട്ടുള്ള വിർച്വൽ വോളിയംസിലേക്കാണ് നേരെ ഡയറക്റ്റ് ചെയ്യുക. അവിടുന്ന് നമ്മുടെ ഈ LUNs ഏത് LUNസിലേക്കാണോ ഡയറക്റ്റ് ചെയ്യേണ്ടത് അങ്ങോട്ടേക്ക് പോകും. ഓക്കെ, ഓക്കെ. ഓ ജസ്റ്റ് ഒന്ന് നോക്കൂട്ടോ. സ്ലൈഡ് ഒന്ന് നോക്കുവാണേ, നിങ്ങൾ വരുന്നുണ്ടോ ഇല്ലയോ എന്നൊന്ന് പറയണം. ഓക്കെ, സ്ലൈഡ് വന്നില്ലേ? മിസ്സേ മൈക്ക് ഓൺ അല്ല. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിന്റെ ഡയഗ്രാം. ഓക്കെ, നമുക്ക് രണ്ട് സെർവേഴ്സ് ഉണ്ട്. സാനിൽ പോയ സെർവർ, നെറ്റ്വർക്ക് ഇൻഫ്രാസ്ട്രക്ചർ, ദെൻ സ്റ്റോറേജ് അറേസ്. ഓക്കെ, അപ്പൊ ഈ സ്റ്റോറേജ് അറേയിലാണ് എന്ത് വന്നിട്ടുള്ളത്? LUNs, ലോജിക്കൽ യൂണിറ്റ് നമ്പേഴ്സ്. നമ്മുടെ SASI എൻവയോൺമെന്റിൽ നമ്മൾ ഓരോ ഡിവൈസിന് കൊടുക്കുന്നതാണ്. വിർച്വൽ അഡ്രസ് ആണ് ലോജിക്കൽ യൂണിറ്റ് നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മളിവിടെ ചെയ്തേക്കുന്നത് ഓരോ ഹോസ്റ്റും ഓരോ സെർവറും എങ്ങോട്ടേക്കാണ് ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത്? ഈ വിർച്വൽ വോളിയംസിലേക്കാണ് ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ദെൻ എന്ത് വന്നു? ആ വിർച്വൽ ലെയർ അവിടെ ഒരു മാപ്പിംഗ് നടക്കുന്നുണ്ട്. വിർച്വൽ വോളിയം ടു അവർ ലോജിക്കൽ യൂണിറ്റ് നമ്പേഴ്സ് ഓൺ ദി ഇൻഡിവിജ്വൽ അറേ. ഇവിടെ ഒരു മാപ്പിംഗ് നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഇവിടെ ഓരോ സെർവറിന് നമുക്ക് എന്ത് റിക്വസ്റ്റ് ആണ്, ഒരു IO റിക്വസ്റ്റ് വരുന്ന സമയത്ത് അത് അതിനനുസരിച്ചിട്ട് മീൻസ് ഏത് സ്റ്റോറേജ് അറേ ആയിട്ടാണ് കണക്ട് ചെയ്യേണ്ടതെന്നുള്ള മാപ്പിംഗ് അനുസരിച്ചിട്ട് കറക്റ്റ് ആ ഒരു LUNലേക്ക് മാപ്പ് ചെയ്ത് കൊടുക്കുക. ദെൻ ആ ഒരു പ്രോസസ്സ് അവിടെ നിന്ന് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇവിടെ ഈ ഹോസ്റ്റിലിരിക്കുന്ന ആ ഒരു കസ്റ്റമറിന് ഈ ഒരു മാപ്പിങ്ങിനെ കുറിച്ചിട്ടൊന്നും അവെയർ ആയിരിക്കില്ല. അത് ജസ്റ്റ് എന്താ, ഈ ഹോസ്റ്റുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോറേജ് ഡിവൈസ് എന്ന് കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളൊരു ആ ഒരു ഇല്യൂഷനിലായിരിക്കും ഇരിക്കുക. നമ്മുടെ പേജിങ് പോലൊക്കെ തന്നെ. ഡൗട്ട് ഉണ്ടോ? മനസ്സിലായോ? ഹലോ, റെസ്പോണ്ട് ചെയ്തേ.
ഹലോ, കേൾക്കുന്നില്ലേ? ഇവിടെ മനസ്സിലായ? ഓക്കെ, കുഴപ്പമില്ലല്ലോ. ഓക്കെ, അപ്പം ജസ്റ്റ് നമ്മൾ മെമ്മറി വിർച്വലൈസേഷൻ പേജിങ് ഒക്കെ ചെയ്യുന്ന പോലെ തന്നെയാണ് ഇവിടെ. സോറി, സ്ലൈഡ് ആയിരുന്നു ഉദ്ദേശിച്ചത്. ഓക്കെ, ഇവിടെ വിർച്വലൈസേഷൻ ഇൻ സാൻ ബ്ലോക്ക് ലെവൽ സ്റ്റോറേജ് വിർച്വലൈസേഷൻ കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, മെയിൻ ആയിട്ട് പറയേണ്ടത് LUN, ഈ ഒരു മാപ്പിംഗ് വെർച്വൽ വോളിയംസ് ടു LUN മാപ്പിംഗ് ആണ്. LUN എന്ന് പറയുന്നത് ഓരോ ഇൻഡിവിജ്വൽ അറേസിൽ നമ്മൾ കൊടുക്കുന്ന വെർച്വൽ അഡ്രസ് ആണ്. SCSI എൻവയോൺമെന്റിലുള്ള വെർച്വൽ അഡ്രസ്. ഓക്കെ, സോ ഇതിന്റെ ഒരു ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് ഓൺലൈൻ വോളിയം എക്സ്പാൻഷൻ, നോൺ ഡിസ്റപ്റ്റീവ് മൈഗ്രേഷൻ, ട്രാൻസ്പെറന്റ് വോളിയം ആക്സസ്. ഓക്കെ, സോ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്റ്റോറേജ് വോളിയം എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, മീൻസ് block level storage virtualization enables extending the storage volumes online to meet application growth requirements. Okay, അതുപോലെ തന്നെ ട്രാൻസ്പെറന്റ് വോളിയം ആക്സസ് ആണ്, നോൺ ഡിസ്റപ്റ്റീവ് മൈഗ്രേഷൻ. ഓക്കെ, അപ്പം ഒരു എന്താ പറയാ, LUN മൈഗ്രേഷൻ വൺ അറേ ടു അനദർ ഈസ് ആൻ ഓഫ്ലൈൻ ഇവന്റ്. മീൻസ് പണ്ട് ട്രഡീഷണലി പ്രീവിയസ് ഇതായിട്ട് വരുന്ന സമയത്ത് അതിപ്പോ ഓക്കെ, നമുക്ക് LUN മൈഗ്രേഷൻ ഒരു ഇൻഡിവിജ്വൽ അറേന്ന് നമുക്ക് ആ LUN മൈഗ്രേഷൻ പറ്റും. മീൻസ് ഇവിടെ തന്നെ നമുക്ക് സോണിങ് കാര്യങ്ങളൊക്കെയും ഉണ്ട്. ഓക്കെ, അപ്പം നമ്മുടെ ഈ സോണിങ് കാര്യങ്ങൾ ഒക്കെ വരുന്ന സമയത്ത് ഈ LUNs നമുക്ക് ഈ സെയിം LUN തന്നെ വേറൊരു സോൺ സെറ്റിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സാധാരണ രീതിയിൽ നമുക്ക് ഒരു നോൺ ഡിസ്ട്രപ്റ്റീവ് ഡാറ്റ മൈഗ്രേഷൻ എന്ന് പറയുന്ന സമയത്ത് പ്രീവിയസ്ലി ട്രഡീഷണൽ ആയിട്ട് ഒരു ഡാറ്റ സെന്ററിന്റെ അകത്ത് മാത്രമേ അത് പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഓക്കെ, അപ്പൊ ന്യൂ ജനറേഷൻ ബ്ലോക്ക് ലെവൽ സ്റ്റോറേജ് വെർച്വലൈസേഷൻ ഒക്കെ വന്നപ്പം നമുക്ക് ഡിഫറെന്റ് ഡാറ്റ സെന്റേഴ്സ് തമ്മിൽ ഈ നോൺ ഡിസ്ട്രപ്റ്റീവ് ഡാറ്റ മൈഗ്രേഷൻ പോസിബിൾ ആണ്. ഓക്കെ, ഓക്കെ ആണോ? ഹലോ, ഒന്ന് റെസ്പോണ്ട് ചെയ്യുവോ? അവിടെ ആൾക്കാരുണ്ടാ? ഹലോ, ഓക്കെ ആണോ ഈ നോൺ ഡിസ്ട്രപ്റ്റീവ് മൈഗ്രേഷൻ എന്ന് പറയുന്നത്? ബട്ട് ട്രഡീഷണൽ ആയിട്ട് എങ്ങനെ ചെയ്യുന്നു, ഇപ്പൊ എങ്ങനെയാണെന്നുള്ളത് കുറച്ച് കാര്യങ്ങളുണ്ട്. ഓക്കെ, ട്രഡീഷണൽ ആയിട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓഫ്ലൈൻ ആയിട്ടായിരുന്നു പണ്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇപ്പോന്ന് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതൊരു എന്താ പറയാ, അത്രയും ഡീറ്റെയിൽസിലേക്ക് പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അത്രയും എക്സ്പ്ലനേഷൻ തരാത്തത്. ഓക്കെ, അപ്പം ട്രഡീഷണലി നമ്മൾ ചെയ്യുന്ന സമയത്ത് ഒരു ഡാറ്റാ സെന്ററിന്റെ അകത്ത് മാത്രമേ ഈ നോൺ ഡിസ്ട്രപ്റ്റീവ് ആയിട്ട് നമുക്ക് ഡാറ്റ മൈഗ്രേഷൻ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഡിഫറെന്റ് ഡാറ്റാ സെന്റേഴ്സ് തമ്മിൽ
ഈ ഒരു ഡാറ്റ മൈഗ്രേഷൻസ് നടത്താൻ പറ്റും. ഓക്കെ ഓക്കെ അപ്പം ഈ ബ്ലോക്ക് ലെവൽ സാൻ വിർച്വലൈസേഷൻ ഇൻ സാൻ എന്ന് പറയുന്ന സമയത്ത് ബ്ലോക്ക് ലെവൽ സ്റ്റോറേജ് വിർച്വലൈസേഷൻ അതിൽ ഈ ഡയഗ്രാം ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഡയഗ്രാം വെച്ച് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുക. ഈ സെർവർ ഈ ഹോസ്റ്റ് എങ്ങോട്ടേക്ക് ഡയറക്റ്റ് ചെയ്യുന്നു, ഈ സ്റ്റോറേജ് പൂൾസ് ഇൻ വിർച്വലൈസേഷൻ ലെയർ ആൻഡ് അവിടെ മാപ്പിംഗ് ഉണ്ട് ഈ ഒരു LUNs തമ്മിലും അതുപോലെ തന്നെ ഈ വെർച്വൽ വോളിയംസും തമ്മിൽ മാപ്പിംഗ് നടക്കുന്നുണ്ട്. ഓക്കെ അത് കോംപ്ലക്സ് മാപ്പിംഗും ആകാം. ഓക്കെ അതൊക്കെ ഇവിടെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്, വെർച്വലൈസേഷൻ ലെയർ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ഓക്കെ അടുത്തത് വെർച്വലൈസേഷൻ സാൻ അല്ലെങ്കിൽ വെർച്വൽ ഫാബ്രിക്. ഓക്കെ സോ ഇവിടെ it is a logical fabric on an FCSAN which enables communication among a group of nodes. ഇവിടെയാണ് ഗ്രൂപ്പിംഗ് വന്നിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ LUNs ആ ഒരു കാര്യം ഇവിടെയാണ്. ഓക്കെ അപ്പം ഈ ഗ്രൂപ്പ് ഓഫ് നോഡ്സ് റിഗാർഡ്ലെസ് ഓഫ് ദയർ ഫിസിക്കൽ ലൊക്കേഷൻ ഇൻ ദി ഫാബ്രിക്. ഓക്കെ അപ്പം in a vSAN a group of host or storage ports communicate with each other using a virtual topology defined on the physical SAN. Multiple vSANs may be created on a single physical SAN. Each vSAN acts as an independent fabric with its own set of fabric services such as name server and zoning. Fabric related configurations in one vSAN do not affect the traffic in another. Okay, vSAN improves SAN security, scalability, availability and മാനേജബിലിറ്റി. ഓക്കെ അപ്പം ഇവിടെയാണ് നമ്മുടെ ഗ്രൂപ്പിംഗ് സോണിങ് ഒക്കെ വന്നിട്ടുള്ളത്. ബ്ലോക്ക് ലെവൽ വെർച്വലൈസേഷൻ എന്ന് പറയുന്ന സമയത്ത്, ബ്ലോക്ക് ലെവൽ സ്റ്റോറേജ് വെർച്വലൈസേഷൻ എന്ന് പറയുന്ന സമയത്ത് ഇവിടെ ഒരു വെർച്വലൈസേഷൻ ലെയർ ഉണ്ട്. നമുക്ക് വെർച്വൽ വോളിയംസ് അസൈൻ ചെയ്ത് തന്നിട്ടുണ്ട്. ഈ വെർച്വൽ വോളിയംസും LUNസും തമ്മിലൊരു മാപ്പിംഗും ഉണ്ട്. ഓക്കെ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഗ്രൂപ്പ് ചെയ്യുന്നുണ്ട്. കുറച്ച് മീൻസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദയർ ഫിസിക്കൽ ലൊക്കേഷൻ ഹോസ്റ്റുകളും സ്റ്റോറേജ് ഡിവൈസസും അതുപോലെ തന്നെ മീൻസ് ജസ്റ്റ് ഗ്രൂപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ അപ്പം ഇവിടെ ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം വരുന്നത്. ഇവിടെ ഒരു ഗ്രൂപ്പിലുള്ള സ്റ്റോറേജ് അറയിലുള്ള LUNs നമുക്ക് ആ സെയിം LUN ആ സെയിം വെർച്വൽ അഡ്രസ്സ് വേറൊരു ഗ്രൂപ്പിൽ നമുക്ക് യൂസ് ചെയ്യാം, കുഴപ്പമില്ല. കാരണം അത് വേറെ ഗ്രൂപ്പിലാണ്. ഓക്കെ ഓരോ ഗ്രൂപ്പിനും ഐഡന്റിഫൈ ചെയ്യാനുള്ള സെപ്പറേറ്റ് യൂണിക് കാര്യങ്ങൾ ഉണ്ട്. ഓക്കെ അപ്പം ഇവിടുത്തെ LUN തന്നെ വേറൊരു ഗ്രൂപ്പിൽ ഒരു LUN ആയിട്ട് വരുന്നതുകൊണ്ട് പ്രോബ്ലം ഇല്ല, വെർച്വൽ അഡ്രസ് ആണ്. ഓക്കെ ആണോ? ഹലോ ഇത്രയും ഓക്കെ ആണോ? ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. എടാ ഈ പറഞ്ഞ കാര്യങ്ങൾ ഓക്കെ ആണോ? വെർച്വലൈസേഷൻ ഇൻ സാൻ, ബ്ലോക്ക് ലെവൽ സ്റ്റോറേജ് വെർച്വലൈസേഷനും vSAN. ഓക്കെ അറ്റൻഡൻസ് പറയൂ. അഭിലാഷ്, അഭിനവ്, അൻസബ്, അനുശ്രീ, അർജുൻ, അശ്വിൻ, ഓക്കെ അതുൽ, ദിനേശ്, അതുൽ, സത്യപാൽ, ഫബിന, ഫജ, ജാസിം, മിഥിലാജ്, ആബ്സെന്റ്. മൃദുല, ജാസിൽ, ഓക്കെ റമീസ്, സർഗ, ഓക്കെ ഷബ്ന, സൗരഭ്, ശ്രീരാജ്, സുബിൻ, വിഷ്ണു,
അമൃത, അശ്വതി, ദിദിന, ഹരിത, അമൽ. ഓക്കെ, അപ്പൊ ഇന്ന് എടുത്ത ടോപ്പിക്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ?